ഒരു നാടിന്റെ അടിവേര് തോണ്ടുന്ന ഖനനമാണ് ആലപ്പാട് നടക്കുന്നത്. മാസങ്ങളായി സമരം തുടരുന്ന ആലപ്പാടുകാരുടെ ആശങ്ക ശരിവെക്കുന്ന കാഴ്ചകളാണ് ഖനനം നടക്കുന്ന സ്ഥലത്ത് കാണാനാവുക. സർക്കാർ സ്വീകരിച്ച മുൻകരുതലുകളൊന്നും നാടിനെ രക്ഷിക്കാൻ ഫലപ്രദമല്ലെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ഇവിടെയൊക്കെ നല്ല പൊക്കമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്ങ് നമുക്ക് തന്നെ അറിയാം, ഈ പെര തന്നെ കീഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കടൽ നക്കിയെടുത്തതിന്റെ ബാക്കി ഒരു തുണ്ട് ഭൂമി മാത്രമാണ് ഇന്ന് ആലപ്പാട്. അറബിക്കടലിനും ടി.എസ് കനാലിനുമിടയിലെ പച്ചപ്പ് നിറഞ്ഞ മണ്ണിലേക്ക് കടൽ കയറി ചെന്നത് ഈ മണ്ണുമാന്തി യന്ത്രം കടലിന്റെ മണൽത്തിട്ട കോരിയെടുത്തതോടെയാണ്. കരമെലിഞ്ഞു പോകില്ലെന്നതിന് സർക്കാർ നൽകിയ ഉറപ്പുകളിലൊന്ന് ഇതാണ് ഈ പുലിമുട്ടുകൾ. അതിന്റെ അടിവാരത്തെ മണലും ഖനനത്തിൽ ഇല്ലാതായതോടെ പുലിമുട്ടുകൾ ഇടിഞ്ഞു താണു. സർക്കാരിന്റെ മറ്റൊരു ഉറപ്പ് കരിമണൽ വേർതിരിച്ച ശേഷം കടൽമണൽ തിരികെയിടുമെന്നതാണ്. അതിന് നാട്ടുകാരുടെ മറുപടി ഇങ്ങനെയാണ്. ആളുകൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, സീവാളില്ല. അതുപോലെ ഇപ്പം മണ്ണെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സീവാൾ ഇത്ര ഇങ്ങനെ ഉറയ്ക്കാതെ താഴോട്ട് പോകുന്നത്. ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ടാണ് സ്വന്തം മണ്ണിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഇവരെ സർക്കാർ വികസന വിരോധികളാക്കുന്നത്. നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടമാണ് ആലപ്പാട്ടുകാരുടേത്. പക്ഷേ ആ സമരത്തിന് പോലും നേരിടേണ്ടി വരുന്നത് അവഗണന മാത്രമാണ്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ബിനിൽ സാബു, മീഡിയ 1, കൊല്ലം.